അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം: ചെയ്താൽ പ്രതിഫലം ലഭിക്കും, ഒഴിവാക്കിയാൽ കുറ്റം ലഭിക്കും. അങ്ങനെയുള്ളതിനാണ് വാജിബ് എന്ന് പറയുക. ചെയ്താൽ പ്രതിഫലം, ഒഴിവാക്കിയാൽ ശിക്ഷ. വാജിബ് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട സംഗതികൾ. ഓക്കെ. 2, വാജിബിൻ്റെ മറ്റൊരു പേരെന്ത്? ഫറല്. ഫറല് എത്ര വിധം ഏതെല്ലാം? ഫറല് 2 വിധമാണ്: ഫറല് ഐന്, ഫറല് കിഫായ. 4ാമത്തെ ചോദ്യം: ചെയ്താൽ ശിക്ഷയുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതിനും എന്താണ് പറയുക? ഹറാം എന്നാണ് പറയുക. സുന്നത്തിൻ്റെ മറ്റു പേരുകൾ എന്തെല്ലാം? സുന്നത്തിന് 4 പേരുകളുണ്ട്: മന്ദൂബ്, നഫ്ല്, തതവ്വു, മുസ്തഹബ്. മന്ദൂബ്, നഫ്ല്, തതവ്വു, മുസ്തഹബ്. ഓക്കെ. 6ാമത്തെ ചോദ്യം: വിജയം കൈവരിച്ചവർ എന്ന് അള്ളാഹു പറഞ്ഞവർ ആരാണ്? നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിശ്വാസികളെയാണ് അള്ളാഹു വിജയം കൈവരിച്ചവർ എന്ന് പറഞ്ഞത്. 7ാമത്തെ ചോദ്യം: ഖുർആനിൽ നാശമുണ്ടെന്ന് പറഞ്ഞ വിഭാഗക്കാർ ആരാണ്? നിസ്കാരം സമയത്തെ തൊട്ട് പിന്തിപ്പിക്കുന്നവർക്കാണ് നാശമെന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഖുർആനിൽ ഒരു വിഭാഗത്തിന് നാശമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിഭാഗം ആരാണ്? നിസ്കാരം സമയം വിട്ടു പിന്തിക്കുന്ന ആൾക്കാർ. 8, നിസ്കാരത്തെ സമയത്തെ തൊട്ട് പിന്തിക്കാവുന്ന കാരണങ്ങൾ: ഉറക്കം, മറവി. ഈ 2 കാരണങ്ങളുണ്ടെങ്കിൽ കുറച്ച് പിന്തിപ്പോയാലൊന്നും കുഴപ്പമില്ല. ഓക്കെ. അല്ലാത്ത സമയത്തൊക്കെ ആ സമയം ആകുമ്പോൾ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാവണം. എത്രാമത്തെ വയസ്സിലാണ് കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ടത്? എല്ലാവർക്കും അറിയാം, 7ാമത്തെ വയസ്സിൽ. വെള്ളം എത്ര വിധം ഏതെല്ലാം? വെള്ളം 3 വിധമാണ്: ത്വാഹിർ, തഹൂർ, നജസ്. ഓക്കെ. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയാത്തതുമായ വെള്ളത്തിന് താഹിർ എന്നും, നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് മുത്തനജ്ജിസ് എന്നും പറയും. ഫറലായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് എന്തു പറയും? മുസ്താമലായ വെള്ളം എന്ന് പറയും. ഫറലിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിനാണ് മുസ്താമലായ വെള്ളം എന്ന് പറയുക. 2 കുല്ലത്ത് വെള്ളം എപ്പോഴാണ് നജസാവുക? 2 കുല്ലത്ത് വെള്ളം പകർച്ച ആയാൽ മാത്രമേ നജസാവുള്ളൂ. നജസ് എത്ര വിധം ഏതെല്ലാം? നജസ് 3 വിധമാണുള്ളത്. നജസ് 3 വിധം: മുഗല്ലദായ നജസ്, മുത്തവസ്സിത്ത്, മുഖഫഫ്. അങ്ങനെ 3 വിധമാണുള്ളത്. 7 തവണ കഴുകൽ നിർബന്ധമായ നജസ് ഏതാണ്? അതാണ് മുഗല്ലദായ നജസ്. ഓക്കെ. നജസിൻ്റെ രുചി നീങ്ങിയില്ലെങ്കിൽ പൊറുക്കപ്പെടും. എപ്പോൾ? പ്രയാസപ്പെട്ട് കഴുകിയിട്ടും നീങ്ങിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള നജസാവുമ്പോൾ പൊറുക്കപ്പെടും. ഓക്കെ. 18ാമത്തെ ചോദ്യം: കൂടുതലുണ്ടെങ്കിലും പൊറുക്കപ്പെടുന്ന രക്തം ഏതെല്ലാം? രക്തം നജസാണ്, പക്ഷേ ചില രക്തങ്ങൾ കുറച്ച് അധികമായാലും കുഴപ്പമില്ല, കൂടുതലുണ്ടെങ്കിലും പൊറുക്കപ്പെടും. അതേതാണ്? ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം. ഓക്കെ. ഇപ്പോൾ കൊതുകിൻ്റെ ഒക്കെ കുറച്ച് രക്തം ആയിപ്പോയാൽ, കുറച്ച് കൂടുതൽ രക്തമായിപ്പോയാൽ കുഴപ്പമില്ല, ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തമാണ്. പിന്നെ ചോരക്കുരു, മുഖക്കുരു. ഓക്കെ. അതിൽ നിന്നുണ്ടാവുന്ന രക്തം, അതൊക്കെ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. പക്ഷേ ചോരക്കുരുവും മുഖക്കുരുവിൻ്റെയും സമയത്ത് നമ്മളുടെ പ്രവൃത്തി കൊണ്ട് പൊട്ടിപ്പോകാൻ പാടില്ല. ഓക്കെ. അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്, കൂടുതൽ നമ്മൾ ഇപ്പം പറയുന്നില്ല. ഇനി വുദൂവിൻ്റെ 2 സുന്നത്തുകൾ എഴുതുക. മിസ്വാക്ക് ചെയ്യുക, തല മുഴുവൻ തടവുക. ഓക്കെ. ഇനി കുപ്ലിക്കൽ, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. അതിനോടൊപ്പം ചെയ്യുന്നൊരു പ്രവർത്തനമാണ് വായിൽ വെള്ളം കുപ്ലിക്കുക എന്ന് പറയില്ല നമ്മൾ. ഓക്കെ. ഇനി 21ാമത്തെ ചോദ്യം: നോമ്പുകാർക്ക് പകൽ സമയത്ത് മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ വിധി? കറാഹത്താണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോമ്പുകാരൻ്റെ വായയുടെ വാസന അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പഠിച്ചു. അതുകൊണ്ട് തന്നെ നോമ്പുകാർക്ക് പകൽ സമയത്ത് മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ വിധി കറാഹത്താണ്. ഇനി പെണ്ണിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങൾ ഏതൊക്കെ? ഹൈല്, നിഫാസ്, ഇസ്തിഹാല. ഈ 3 രക്തങ്ങൾ പെണ്ണിൻ്റെ ഗർഭാശയത്തിൽ നിന്നും പുറപ്പെടുന്ന രക്തങ്ങളാണ്. 23, ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്തിൽ നിന്ന് ചില പ്രത്യേക സമയത്ത് പുറപ്പെടുന്ന രക്തത്തിനാണ് ഹൈല് എന്ന് പറയുക. ഹൈല് ഉണ്ടാവാൻ ചുരുങ്ങിയ പ്രായം എത്രയാണ്? ചന്ദ്രവർഷപ്രകാരം 9 വയസ്സായാൽ 9ാമത്തെ വർഷം. ഓക്കെ, 9 വർഷം. ഇനി ഹൈലിൻ്റെ ചുരുങ്ങിയതും സാധാരണയുള്ളതും അധികരിച്ചതുമായ സമയങ്ങൾ: ചുരുങ്ങിയത് 1 ദിവസം, സാധാരണ 6 or 7 ദിവസം, കൂടിയാൽ 15 ദിവസം. അതിനുശേഷം വരുന്നത് എന്താണ്? ഇസ്തിഹാലത്തിൻ്റെ രക്തമായിട്ടാണ് നമ്മൾ പറയുക, അല്ലേ? ഓക്കെ. ഇനി 2 ഹൈലിൻ്റെ ഇടയിലുള്ള ചുരുങ്ങിയതും കൂടിയതുമായ ശുദ്ധി: ചുരുങ്ങിയത് 15 കൂടിയാൽ എത്രയുമാവാം. ഓക്കെ. ഓക്കെ, ക്ലിയർ അല്ലേ? 27, നിഫാസിൻ്റെ ചുരുങ്ങിയതും സാധാരണയുള്ളതും അധികരിച്ചതുമായ സമയം: ഇപ്പോൾ ചുരുങ്ങിയത് 1 സെക്കൻഡ്, സാധാരണ 40 ദിവസം,
കൂടിയാൽ 60 ദിവസം. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഓപ്ഷനുകളൊക്കെ തരുമ്പോൾ 40, 60 എന്നൊക്കെ വരുമ്പോൾ മാറിപ്പോകാൻ പാടില്ല. സൂക്ഷ്മതയോടുകൂടി എഴുതാൻ വേണ്ടി ശ്രമിക്കണം. 28 തയമ്മും ശരിയാവാനുള്ള ഷർത്തുകൾ എന്തെല്ലാം? 1 സമയമാവുക. ഓക്കെ. 2 തഹൂറായ പൊടിമണ്ണ് കൊണ്ടാവുക. 3 വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സന്ദർഭത്തിലാവുക. തയമ്മുമിൻ്റെ മുമ്പ് ശരീരത്തിലെ നജ്സുകൾ നീക്കുക. ഇതൊക്കെ തയമ്മുമിൻ്റെ ഷർത്തുകളാണ്, ശ്രദ്ധിക്കണം. തയമ്മുമിൻ്റെ ഫർദുകൾ എത്ര, ഏതൊക്കെ? തയമ്മുമിൻ്റെ ഫർദുകൾ: 1 നിയ്യത്ത്, 2 മണ്ണടിച്ചെടുക്കണം, 3 മുഖം തടവണം, 4 2 കയ്യും മുട്ടുൾപ്പെടെ തടവൽ, തർത്തീബ് 2 അടി കൊണ്ടായിരിക്കൽ. തയമ്മുമ് ചെയ്യുമ്പോൾ 2 അടി വേണം, അടിച്ചെടുക്കൽ 2 അടി ഉണ്ടായിരിക്കണം. ഓക്കെ, 2 വട്ടം അടിച്ചിട്ട് എടുക്കണം എന്നർത്ഥം. തിരിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി 30 ഒരു തയമ്മും കൊണ്ട് എത്ര ഫർള് നിസ്കരിക്കാം? ഒറ്റ ഫർള്, ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. തയമ്മുമിൻ്റെ 2 സുന്നത്തുകൾ പറയാൻ പറ്റുമോ? പറയാം. ആദ്യം ബിസ്മി ചൊല്ലണം, രണ്ടാമത് തുടരെ ചെയ്യൽ, തുടരെയായിട്ട് ചെയ്യൽ. 32ാമത്തെ ചോദ്യം: 2 ബാങ്ക് സുന്നത്തുള്ള നിസ്കാരങ്ങളേവ? 2 ബാങ്ക് സുന്നത്തുള്ള നിസ്കാരം: 1 സുബ്ഹാണ്, മറ്റൊന്ന് ജുമയാണ്. ഓക്കെ, സുബ്ഹ്ക്ക് 2 ബാങ്ക് സുന്നത്തുണ്ട്. 33ാമത്തെ ചോദ്യം: സുന്നത്ത് നിസ്കാരത്തിൻ്റെ ജമാഅത്തിന് എന്തു വിളിക്കലാണ് സുന്നത്ത്? സുന്നത്ത് നിസ്കാരത്തിൻ്റെ ജമാഅത്ത് സുന്നത്തായിട്ട് നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെ എന്ത് വിളിക്കണം? അസ്സലാത്തുൽ ജാമിഅ. നമ്മൾ റമദാനിലെ തറാവി നിസ്കരിക്കും, സുന്നത്താണ്, പക്ഷേ ജമാഅത്തായിട്ട് നിസ്കരിക്കലാണ് അത് സുന്നത്ത് കൂടുതൽ. അത്തരത്തിലുള്ള നിസ്കാരത്തിന് അസ്സലാത്തുൽ ജാമിഅ എന്നാണ് വിളിക്കുക, അല്ലേ? 34 ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഷർത്തുകളിൽ നിന്ന് 2 എണ്ണം എഴുതുക. ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഷർത്തുകളിൽ നിന്ന് 2 എണ്ണം. മുസ്ലിം ആവണം, വകതിരിവ് ഉണ്ടാവുക. 35 സുബ്ഹ് ബാങ്കിൽ ഹയ്യാല സ്വലാത്തിന് ശേഷം ഉച്ചരിക്കൽ സുന്നത്ത് എന്താണ്? അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയണം. ഓക്കെ അല്ലേ? അതൊക്കെ അറിയുന്ന വിഷയങ്ങളാണ്, സിമ്പിൾ വിഷയങ്ങളല്ലേ. 36 ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും മുമ്പും ശേഷവും സുന്നത്താണ് എന്ത്? നബിയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലൽ. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പും ഇക്കാമത്തിന് മുമ്പും ശേഷമൊക്കെ നബിയുടെ മേൽ സ്വലാത്തും സലാമും സുന്നത്താണ്. നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളെ എന്തു പറയും? നിസ്കാരത്തിൽ പെട്ടതാണ്, ഓക്കെ, അതില്ലാതെ നിസ്കാരം ശരിയാവുകയുമില്ല. അതിനാണ് അർക്കാനു സ്വലാത്ത് എന്ന് പറയുന്നത്, നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ. ഓക്കെ, നിസ്കാരത്തിൻ്റെ ഫറളുകൾ എത്ര? 14. 39ാമത്തെ ചോദ്യം: നീയത്തിൽ എന്തൊക്കെയാണ് സുന്നത്ത്? ഒരാൾ നിസ്കാരത്തിന് നീയത്ത് വെക്കുകയാണെങ്കിൽ അതിലെന്തൊക്കെയാണ് സുന്നത്ത്? റക്കായത്തുകളുടെ എണ്ണം പറയണം, അദാ ആണോ ഖലാ ആണോ എന്ന് വെളിവാക്കൽ, കിബിലക്ക് മുന്നിട്ട് അള്ളാഹുവിന് വേണ്ടി എന്ന് കരുതുക. ഇതൊക്കെ നീയത്ത് ഉച്ചരിക്കൽ, നീയത്ത് പറയൽ എന്തേ ഉള്ളൂ, സുന്നത്തേ ഉള്ളൂ. നീയത്ത് മനസ്സിൽ കരുതിയാൽ മതി, പക്ഷെ പറയൽ സുന്നത്താണ്. റക്കായത്തിൻ്റെ എണ്ണം പറയണം, അദാ ആണോ ഖലാ ആണോ ഒക്കെ പറയൽ സുന്നത്താണ്. ഓക്കെ, നിസ്കാരത്തിൽ കാരണമില്ലാതെ ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നതിൻ്റെ വിധി എന്താണ്? കറാഹത്താണ്. ഓക്കെ, ഫാത്തിഹയുടെ 2 സുന്നത്ത് എഴുതുക. ഓരോ ആയത്തിൻ്റെ അവസാനത്തിലും വഖഫ് ചെയ്യുക. കൂട്ടിയോതാതെ ഓരോ ആയത്തിൻ്റെയും അവസാനത്തിൽ വഖഫ് ചെയ്ത് നിർത്തുക. ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ പറയുക. ആമീൻ ഫാത്തിഹ സൂറത്തിലുള്ളതാണോ? അല്ലോ. അപ്പോൾ ഫാത്തിഹയുടെ 2 സുന്നത്തിൽ ആമീൻ പറയൽ സുന്നത്താണ്. ഇനി വെള്ളിയാഴ്ച സുബ്ഹ്ക്ക് ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ. വെള്ളിയാഴ്ചയുടെ സുബ്ഹി നിസ്കാരത്തിൽ ഓതൽ ഏത് സൂറത്താണ് സുന്നത്ത്? സൂറത്ത് സജദയും സൂറത്തുൽ ദഹ്റും. ഓക്കെ, വെള്ളിയാഴ്ച രാവിലെ സുബ്ഹ് നിസ്കാരത്തിൽ സൂറത്ത് സജദ, സൂറത്തു ദഹർ, ഒരു റക്കാത്തിൽ സജദ, 2ാം റക്കാത്തിൽ ദഹർ. ഓക്കെ, വെള്ളിയാഴ്ച രാവിലെ മഗ്രിബിന് സുന്നത്തുള്ള സൂറത്തുകൾ. വെള്ളിയാഴ്ച രാവ് എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച രാത്രി നിങ്ങൾ മഗ്രിബ് നിസ്കരിക്കുമ്പോൾ ഏത് സൂറത്ത് ഓതേണ്ടതെന്ന് അറിയോ? സൂറത്ത് ഇഖ്ലാസും സൂറത്തുൽ കാഫിറൂനും. ഓക്കെ, അതാണ് ഓതേണ്ടത്. തിരിഞ്ഞോ? സൂറത്ത് ഇഖ്ലാസും സൂറത്തുൽ കാഫിറൂനുമാണ് വ്യാഴാഴ്ച രാത്രി മഗ്രിബ് നിസ്കരിക്കുമ്പോൾ. അതല്ലേ വെള്ളിയാഴ്ച രാവ്? അതെ, വ്യാഴാഴ്ച രാത്രി മഗ്രിബ് നിസ്കരിക്കുമ്പോൾ സൂറത്ത് ഇഖ്ലാസും കാഫിറൂനുമാണ് ഓതേണ്ടത്. ഇനി മുതൽ നമ്മുടെ മക്കളൊക്കെ അത് ചെയ്യണം കേട്ടോ. ഒരു കാര്യം പഠിച്ചതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. റുക്കൂഇൽ ചൊല്ലൽ സുന്നത്തായത് എന്താണ്? സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി അറിയാം 3 തവണ. ഇഅ്തിദാലിൽ ഉയരുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നാണ് ചൊല്ലേണ്ടത്. ഇഅ്തിദാലിൽ എന്താ ദിക്ർ ചൊല്ലേണ്ടത്? എല്ലാവർക്കും അറിയാം, റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി മിൽ അൽ-അർദി മിൽ മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദ്. ഓക്കെ, സുബ്ഹിൽ അല്ലാതെ കുനൂത്ത് സുന്നത്താവുക എപ്പോഴാണ്? പൊതുവേ നമ്മൾ സുബ്ഹിൽ കുനൂത്ത് ഓതും, എന്നാൽ സുബ്ഹ് അല്ലാണ്ട് വേറെ ചില നിസ്കാരങ്ങളിൽ കുനൂത്ത് ഓതും. അതേതാണ്? റമദാനിലെ അവസാന പകുതിയിലെ വിത്റിൻ്റെ അവസാന ഇഅ്തിദാലിൽ നമ്മൾ
കുനൂത്ത് ഓതും അല്ലേ? വെരി ഗുഡ്. സുജൂദിൽ എന്ത് ചൊല്ലണം? എല്ലാവർക്കും അറിയാം, സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്ന് ചൊല്ലണം. 49. അവസാനത്തെ അത്തഹിയാത്തിൽ സുന്നത്തായ ഇരുത്തം ഏതാണ്? അവസാനത്തെ അത്തഹിയാത്ത് എന്ന് വെച്ചാൽ ഏതാ? അവസാനത്തെ അത്തഹിയാത്ത് എന്ന് പറഞ്ഞാൽ സലാം വീട്ടുന്ന അത്തഹിയാത്ത് ഏതാണോ അതിനാണ് അവസാനത്തെ അത്തഹിയാത്ത് എന്ന് പറയാം. അതിൽ തവറുക്കായ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ഇനി സഹബിൻ്റെ സുജൂദിൽ സുന്നത്തായ ഇരുത്തം, സഹബിൻ്റെ സുജൂദിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ റക്കായത്തിലൊക്കെ ഇരിക്കുന്ന ഇരുത്തം അല്ലേ? ഇഫ്തിറാഷ് അറിയാം, എല്ലാവർക്കും അറിയാം, തവറുക്കും ഇഫ്തിറാഷും. ഓക്കെ, ആ വ്യത്യാസം മനസ്സിലാക്കൽ നല്ലതാണ്. സലാമിൽ സുന്നത്ത് എന്താണ്? വറഹ്മത്തുള്ള എന്ന് കൂട്ടി പറയുക അല്ലേ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് നിർത്താതെ വറഹ്മത്തുള്ള. നമ്മളൊക്കെ സലാം വീട്ടുന്നത് പോലെ തന്നെ രണ്ടാം സലാം വീട്ടിൽ സുന്നത്താണ്, ശ്രദ്ധിച്ചോ? ഇപ്പോൾ നമ്മൾ നിസ്കാരത്തിൻ്റെ രണ്ടാം സലാം വീട്ടിൽ വലതുഭാഗത്തേക്ക് തിരിയുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, പിന്നെ രണ്ടാം സലാം വീട്ടിൽ എന്താണ്? സുന്നത്താണ്. ഓക്കെ, 52ാമത്തെ ചോദ്യം. നിസ്കാരത്തിൻ്റെ സുന്നത്തുകൾ 2 വിധം ഏതെല്ലാം? ഏതൊക്കെയാണ്? അബ്ആദ് സുന്നത്തുണ്ട്, ഹൈആത്ത് സുന്നത്തുകളുമുണ്ട്. അബ്ആദ് സുന്നത്ത് എത്ര? 2 എണ്ണം എഴുതുക. അബ്ആദ് സുന്നത്തുകൾ ആകെ 7 എണ്ണേ ഉള്ളൂ. ആദ്യത്തെ അത്തഹിയാത്ത്, കുനൂത്ത് ഓതുക, അതിനു വേണ്ടി ഇരിക്കുക, അങ്ങനെ പറഞ്ഞിട്ടുള്ള 7 കാര്യങ്ങൾ. ഈ അബ്ആദ് സുന്നത്തുകൾ മറന്നാലാണ് നമ്മൾ സഹവിൻ്റെ സുജൂദുകൾ ചെയ്യുക. ഓക്കെ, ഹൈആത്ത് ബാക്കി എല്ലാ സുന്നത്തുകളെയും നമുക്ക് ഉൾപ്പെടുത്താം. ഇനി തറാവീഹിൻ്റെ സമയം ഏതാകുന്നു? എപ്പോഴാണ് തറാവി നിസ്കരിക്കേണ്ടത്? തറാവി ഇഷാ നിസ്കരിച്ച ശേഷം മുതൽ സുബ്ഹി വരെ. അപ്പോൾ ഇഷാ നിസ്കരിച്ചതിന് ശേഷമാണ് തറാവിയുടെ സമയം ആരംഭിക്കുക. ഓക്കെ, തറാവീൻ്റെ മറ്റൊരു നാമം, അത് നല്ലൊരു ചോദ്യം. തറാവീൻ്റെ വേറൊരു പേര് ഖിയാമു റമളാൻ. ഖിയാമു റമളാൻ തറാവിയുടെ മറ്റൊരു പേരാണ്. പെരുന്നാൾ നിസ്കാരത്തിൽ 1-ാം റക്അത്തിൽ എത്ര തക്ബീർ ചൊല്ലണം? 7 തക്ബീർ. പെരുന്നാൾ നിസ്കാരത്തിൽ 2-ാം റക്അത്തിൽ എത്ര തക്ബീർ ചൊല്ലണം? 5 തക്ബീർ. ഓക്കെ, പെരുന്നാൾ നിസ്കരിക്കുന്ന ഓർത്താൽ മതി. അല്ലാഹു അക്ബർ, അങ്ങനെ നമ്മൾ ഇങ്ങനെ 7 വട്ടവും 5 വട്ടമാണ് ചൊല്ലുക അല്ലേ? ഇനി തക്ബീറിൻ്റെ ഇടയിൽ ചൊല്ലേണ്ടത് എന്താണ്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഏത് തക്ബീറിൻ്റെ ഇടയിലാണ്? പെരുന്നാൾ ദിവസത്തിൽ 1-ാമത്തെ റക്അത്തിൽ 7 തക്ബീർ ചൊല്ലും, അതിൻ്റെ ഇടയിൽ ചൊല്ലേണ്ടതാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഉദിച്ചത് മുതൽ ളുഹർ ബാങ്ക് കൊടുക്കുന്നവരെ, ളുഹർ വരെ. ഓക്കെ, ഇനി 60ാമത്തെ ചോദ്യം. പെരുന്നാൾ ദിവസം ചെയ്യേണ്ട 2 സുന്നത്ത്. പെരുന്നാൾ ദിവസം കുളിക്കണം, ഭംഗിയുള്ള വസ്ത്രം ധരിക്കണം അല്ലേ? നമ്മൾ പുതിയ വസ്ത്രങ്ങളൊക്കെ പെരുന്നാൾക്ക് വാങ്ങാറുണ്ടല്ലോ. ഇനി ഖസ്ർ അനുവദനീയമായ ദൂരം, ജമ്മും കസ്റിൽ ഖസ്ർ 133 കിലോമീറ്റർ ഉണ്ടായാലാണ് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞത് ഖസ്ർ അനുവദനീയമാകുന്നു എന്ന്. ജമ്മ് 2 വിധം ഏതൊക്കെ? ജമ്മു തഖദീമും ഉണ്ട്, ജമ്മു തഅഖീറുമുണ്ട്. ജമ്മു തഖദീം, ജമ്മു തഅഖീർ ഓർമ്മയില്ലേ എങ്ങനെയാണെന്നൊക്കെ? ജമ്മു തഖദീമിന് എത്ര ഷർത്തുകളുണ്ട്? 4 ഷർത്തുകളാണുള്ളത്. ജമ്മു തഅഖീറിന് 2 ഷർത്തുകളുമാണ് ഉള്ളത്. ഇനി നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? സ്വലാത്തുൽ ജുമുഅ, ജുമുഅ നിസ്കാരമാണ് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ഇനി വെള്ളി ദിവസത്തിൽ സുന്നത്തായ 2 കാര്യങ്ങൾ, വെള്ളിയാഴ്ച സുന്നത്താകുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, നല്ല വസ്ത്രം ധരിക്കണം, സുഗന്ധം, അത്രയൊക്കെ തേച്ചിട്ടില്ലേ നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോവലേ? വെരി ഗുഡ്, അത് തന്നെയാണ് സുന്നത്ത് എന്ന് പറഞ്ഞത്. ഇനി കുത്തുബയുടെ ഫറല് എത്ര? 2 എണ്ണം എഴുതുക. കുത്തുബയുടെ ഫറല് 5 എണ്ണമാണ്. അള്ളാഹുവിനെ സ്തുതിക്കൽ, പിന്നെ വസിയത്ത്, തഖ്വ കൊണ്ടൊക്കെ വസിയത്ത് ചെയ്യൽ, അങ്ങനെ കുറച്ച് ഫറലുകളുണ്ട്, നിങ്ങൾ വേണേലൊന്ന് നോക്കിക്കോളൂ. ഓക്കെ, ഇനി 68 കുത്തുബയുടെ ഷർത്തുകൾ 2 എണ്ണം എഴുതാനാണ് പറയണത്. 9 ഷർത്തുകളുണ്ട്. ഫറലുകൾ 5, ഷർത്തുകൾ 9. ഔറത്ത് മറക്കുക, ശുദ്ധി ഉണ്ടാവുക, ഓക്കെ, അങ്ങനെ ഷർത്തുകൾ ഒരുപാടെണ്ണം അവിടെ പറയുന്നുണ്ട്. ഇനി സക്കാത്ത് എത്ര വിധം ഏതെല്ലാം? സക്കാത്ത് 2 വിധം. സക്കാത്തുൽ മാല്, സക്കാത്തുൽ ബദനി 2 വിധം. 70ാമത്തെ ചോദ്യമാണ്. 85 ഗ്രാമിൽ കുറയാത്ത സ്വർണം, 595 ഗ്രാമിൽ കുറയാത്ത വെള്ളി. ഒന്ന് തൂക്കം അളവ് ഓർത്തു വെക്കണേ. അവയിൽ ഒന്നിൻ്റെ വിലക്കുള്ള കറൻസി മുതലായവ 1 വർഷം പൂർണ്ണമായി കൈവശമുള്ളവൻ എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? 40ൽ 1 ഭാഗം, 2.5%. അവിടെ നോട്ട് ചെയ്യേണ്ടത് സ്വർണത്തിൻ്റെ അളവെത്ര, വെള്ളിയുടെ അളവെത്ര എന്ന ചോദ്യം വരാം. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണം. 85 ഗ്രാം സ്വർണം, 595 ഗ്രാം വെള്ളി. അതുണ്ടെങ്കിൽ എത്ര കൊടുക്കണം? 40ൽ 1 ഭാഗം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണേ. ഇനി കാരക്ക, മുന്തിരി എന്നിവയിലുള്ള സക്കാത്തിൻ്റെ കണക്ക്. കാരക്ക, മുന്തിരി 960 ലിറ്റർ കണക്കാണ് പൊതുവെ പറയാറ്. 960 ലിറ്റർ ഉണ്ടായാൽ 10ൽ 1 കൊടുക്കണം. കൊടുക്കേണ്ടതും അളവും ശ്രദ്ധിക്കണം. 960 ലിറ്റർ ഉണ്ടായാൽ 10ൽ 1 കൊടുക്കണം. ഇനി ഒട്ടകം, മാട്, ആട്
അവയിൽ നിന്ന് എത്ര ഉണ്ടാകുമ്പോഴാണ് കൊടുക്കേണ്ടത്? ഒട്ടകം 5 ഉണ്ടെങ്കിൽ കൊടുക്കണം. 5 ഒട്ടകം ഉണ്ടായാൽ, മാട് 30 ഉണ്ടായാൽ, ആട് 40 ഉണ്ടായാൽ, 40 എണ്ണം ഉണ്ടെങ്കിൽ ആട് കൊടുക്കണം. എത്ര കൊടുക്കണം എന്നുള്ളത് പിന്നെ വരും. സക്കാത്തുൽ ബദനിൻ്റെ മറ്റൊരു പേര് സക്കാത്തുൽ ഫിത്തർ. സക്കാത്തുൽ ബദനിൻ്റെ മറ്റൊരു പേര് സക്കാത്തുൽ ഫിത്തർ. ഫിത്തർ സക്കാത്ത് നമ്മൾ കൊടുക്കാറില്ലേ? എപ്പോഴാണ് സക്കാത്തുൽ ബദൻ നിർബന്ധമാകുന്നത്? എപ്പോഴാണ്? റമദാൻ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ അത് നിർബന്ധമാകും. നമ്മൾ അരി കൊടുക്കാനൊക്കെ നമ്മുടെ അയൽവാസികളുടെ വീട്ടിലും അപ്പുറപ്പുറമൊക്കെ പോകാറില്ലേ? അത് തന്നെ. ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് ആർക്കാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധം? കടം, അവനും ആശ്രിതർക്കും ആവശ്യമായ വീട്, വസ്ത്രം, പെരുന്നാളിൻ്റെ പകലിലേക്കും ശേഷമുള്ള രാത്രിയിലേക്ക് ആവശ്യമായ ഭക്ഷണം എന്നിവ കഴിച്ചു ധനം മെച്ചമുള്ളവർക്കൊക്കെയും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. എത്രയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? 1 സാ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ. അന്നത്തെ ദിവസത്തെ തൊട്ട് കാരണം കൂടാതെ പിന്തിക്കുന്നതിനുള്ള വിധി. ഫിത്ർ സക്കാത്ത് ഒരു ദിവസം കഴിഞ്ഞ് കൊടുക്കലൊക്കെ ഹറാമാണ്. സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്ത് എന്താണ്? സക്കാത്ത് കൊടുക്കുന്ന സമയത്തോ അവ നീക്കി വെക്കുന്ന സമയത്തോ നിയ്യത്ത് ചെയ്യണം. അവകാശികൾക്ക് കൊടുക്കണം. ഫിത്ർ സക്കാത്തിൻ്റെയാണ് പറയുന്നത്. ഫിത്ർ സക്കാത്ത് നിയ്യത്ത് ചെയ്യണം. മാറ്റിവെക്കുന്ന സമയത്ത് അവകാശികൾക്ക് തന്നെ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ്. ഇനി സക്കാത്തിൻ്റെ അവകാശികൾ ആരെല്ലാം? നമുക്കറിയാം, സിമ്പിളാണ്. ഫക്കീരിങ്ങൾ, മിസ്കീന്മാർ, സക്കാത്തിൻ്റെ പ്രവർത്തകർ, പുതുമുസ്ലിങ്ങൾ, അടിമത്തമോചന കരാർ എഴുതപ്പെട്ടവർ, കടമുള്ളവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ, മുസാഫിർ, യാത്രക്കാർ. അല്ലേ? വെരി ഗുഡ്. ആരുടെ മേലാണ് റമദാൻ നോമ്പ് നിർബന്ധമാവുക? ആരുടെ മേലാണ് റമദാൻ നോമ്പ് നിർബന്ധം? പ്രായപൂർത്തിയും ബുദ്ധിയും നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുമുള്ള എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. ഹൈദ് നിഫാസ് ഉള്ളവർ നോമ്പെടുക്കുന്നതിൻ്റെ വിധി ഹറാം. അല്ലേ? ആ നോമ്പ് പിന്നെ അവർ ഖലാ വിട്ടണം. ഹൈദ് നിഫാസ് ഉള്ളവർ നോമ്പെടുക്കുന്നതിന് വിധി ഹറാം. നോമ്പ് നിർബന്ധമാകും എപ്പോൾ? ശഅബാൻ 30 പൂർത്തിയാവുകയും റമദാൻ മാസപ്പിറവി കണ്ടതായി സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്താൽ. നോമ്പിൻ്റെ 2 ഫർദുകൾ ഏവ? നിയ്യത്ത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് വിട്ടു നിൽക്കുക. വെരി ഗുഡ്. സിമ്പിൾ സാധനങ്ങളാണ്. സ്പീഡിൽ നമുക്ക് പോകാം. നോമ്പ് മുറിയുന്ന 4 കാര്യങ്ങൾ: സംയോഗം ചെയ്യുക, ഇന്ദ്രിയം പുറപ്പെടുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക, തടിയുള്ള വല്ലതും തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി ഉള്ളിലേക്ക് എത്തുക. സിമ്പിൾ. 85-ാമത്തെ ചോദ്യം: നോമ്പ് സുന്നത്തുള്ള ദിവസങ്ങൾ 2 എണ്ണം എഴുതുക. അറഫ ദിവസം, മുഹറം 9, 10. ഓക്കെ. ഇനി അടുത്ത ചോദ്യം: നോമ്പ് ഹറാമാകുന്ന ദിവസം? 2 പെരുന്നാൾ ദിവസം, അയ്യാമു തശ്രീഖിൻ്റെ ദിവസം, ഷക്കിൻ്റെ ദിവസം. ഓക്കെ. നമ്മളെ റമദാനും നോമ്പുകളും എന്നുള്ള പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് ആദ്യ ഭാഗത്തൊക്കെ വളരെ വിശാലമായിട്ട് പറയുന്നുണ്ട്. അത് പഠിച്ചുകൊണ്ട് ഇവിടെ സിമ്പിളായി നിങ്ങൾക്ക്. വെരി ഗുഡ്. നോമ്പെടുക്കുന്നവന് സുന്നത്താണ് എന്തൊക്കെ? കാരക്ക, അതില്ലെങ്കിൽ വെള്ളം കൊണ്ട് തുറക്കുക, അത്താഴം കഴിക്കുക, അസ്തമയം ഉറപ്പായ ഉടനെ തന്നെ നോമ്പ് മുറിക്കുക. ബാങ്ക് കൊടുത്ത് ഉടനെ തന്നെ നമ്മളൊക്കെ നോമ്പ് മുറിക്കാറില്ലേ? ഇൻഷാ അല്ലാഹ് നോമ്പിൻ്റെ മാസമൊക്കെ ആവാനായല്ലേ? ഇനി അടുത്തത്: ഹജ്ജും ഉംറയും ജീവിതത്തിൽ നിർബന്ധമാകുന്നത് എത്ര പ്രാവശ്യം? 1 പ്രാവശ്യമേ നിർബന്ധമുള്ളൂ. പിന്നെയും നമുക്ക് പോകണം ഇൻഷാ അല്ലാഹ്. 89. ഹജ്ജ് ഉംറയും വാജിബാകാനുള്ള ഷർത്തുകൾ ഏതെല്ലാം? മുസ്ലിം ആവുക, സ്വതന്ത്രനാവുക, കഴിവുള്ളവനാവുക. ഓക്കെ. ഹജ്ജിൻ്റെ 6 ഫർദുകളിൽ 2 എണ്ണം എഴുതുക. ഇഹ്റാം ചെയ്യുക, അറഫയിൽ ഹാജരാവുക. ഓക്കെ. 91. ഹജ്ജിൻ്റെ 5 വാജിബാത്തുകളിൽ 2 എണ്ണം എഴുതുക. ജംറയിൽ കല്ലെറിയുക, വിദാഇൻ്റെ തവാഫ് ചെയ്യുക. ഇനി ഹജ്ജിൻ്റെ മീക്കാത്തുകൾ ഏതെല്ലാം? യലംലം, ദുൽഹുലൈഫ, ജുഹ്ഫ, കർണുമനാസിൽ, ദാത്തു ഇർഖ് എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഇഹ്റാമിൻ്റെ കാലം ഏതെല്ലാമാണ്? ഏതൊക്കെ സമയത്താണ് ഹജ്ജിന് ഇഹ്റാം കെട്ടാൻ പറ്റുക? ഷവ്വാല്, ദുൽഖഅദ്, ദുൽഹിജ്ജ, 10-ാം രാവ് ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലാണ് ഇഹ്റാം കെട്ടാൻ വേണ്ടി പറ്റുക. ഇഹ്റാമിൻ്റെ കാലം എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഇത്രയും ഭാഗങ്ങളാണ് 5-ാം ക്ലാസ്സിലെ ഫിഖ്ഹിൽ നമുക്ക് പ്രധാനമായിട്ട് കാണുന്നത്. ഇൻഷാ അല്ലാഹ് വളരെ ഉഷാറായിട്ട് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.